ഹായ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ തൃശ്ശൂരല്ല കേട്ടോ. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഒരു 35 കിലോമീറ്റർ ഷൊർണൂർ റോഡിൽ ചേലക്കര ചേലക്കര ഉണ്ട്. ചേലക്കര പുലാക്കോട് എന്ന് പറയുന്നത്. ഇവിടെ പ്രോപ്പർ സ്ഥലത്തിൻ്റെ പേരെന്തോ ഓർമ്മയില്ല. പുലാക്കോട് ഉള്ള സ്ഥലത്തിൻ്റെ അടുത്താണ് എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ അമ്മായിയുടെ മോളുടെ കുട്ടിയുടെ കല്യാണ നിശ്ചയമാണ്. അപ്പോൾ നിശ്ചയം ഒരു മോതിരമാറൽ ചടങ്ങാണ്. അപ്പൊ പയ്യൻ എടപ്പാളാണ് വീട്. അപ്പൊ കഴിഞ്ഞ ശനിയാഴ്ച അല്ലേ, കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ ഞങ്ങളവിടെ അവരുടെ വീട് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെക്കൻ ഗൾഫിലായതുകൊണ്ട് ചെക്കന് ഈ 17-ാം തീയതി മറ്റന്നാൾ തിരിച്ചു പോകണം. അപ്പൊ അതുകൊണ്ട് 2 ചടങ്ങുകൾ പെട്ടെന്ന് കഴിക്കാം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് നിശ്ചയമൊക്കെ ഉണ്ടാവുക. അപ്പൊ ഞങ്ങള് കാലത്ത് പിള്ളേരെയൊക്കെ സ്കൂളിലേക്ക് ആക്കിയിട്ട് അവർക്ക് സ്കൂളുണ്ടല്ലോ. അപ്പൊ പിന്നെ 8:45 അവര് പോയി. നമ്മള് വേഗം റെഡിയായി ഒരു 9:30 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാനും അമ്മ ഉണ്ട്, പിന്നെ ചെറിയച്ഛൻ ചെറിയമ്മ, ഞങ്ങൾ 5 പേര് ഇവിടെ വന്നത്. അപ്പൊ ഇവിടെയാണ് ഇപ്പൊ അവര് താമസിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ ചെക്കന്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊന്നും എത്തിയില്ല. അപ്പൊ ഞങ്ങൾ ആദ്യം 10:30 ആകുമ്പോഴേക്കും എത്തുന്ന പറഞ്ഞു. അപ്പൊ 11 മണി ആരും എത്തിയിട്ടില്ല. അപ്പൊ ഞങ്ങള് ആ സമയം കൊണ്ട് ചെറിയൊരു ബ്ലോഗാണ് എടുക്കാന്ന് വിചാരിച്ചു. എന്റെ അച്ഛനൊക്കെ ചെറുപ്പത്തില് കളിച്ചു വളർന്ന സ്ഥലമാണ് ഈ ചേലക്കര പുലാക്കോട് എന്ന് പറയുന്നത്. ഈ പുലാക്കോടേക്ക് ഇവിടെ നിന്ന് കുറച്ചും കൂടി ഒരു 2 കിലോമീറ്റർ കൂടി കാണാം. അന്തിമഹാകാളൻകാവ് എന്ന് പറയും. ഇവിടെ വേല വെടിക്കെട്ടൊക്കെ നല്ല പ്രസിദ്ധമാണ്. നമ്മുടെ തൃശ്ശൂർ പൂരം പോലെ തന്നെ നല്ല വെടിക്കെട്ടൊക്കെ നല്ല. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ചേട്ടൻ എപ്പോഴും പറയും പുലാക്കോട് വരാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് എന്താ പറയാ നാട്ടുംപുറം പോലത്തെ ഒരു നല്ലൊരു നാട്ടുംപുറമാണ് കേട്ടോ. ചേലക്കരയ്ക്കൊക്കെ വരാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് വരാനൊക്കെ. ഇപ്പോഴും അച്ഛന്റെ കുറച്ച് ബന്ധുക്കളും ഞങ്ങളുടെ കുറച്ച് ബന്ധുക്കളും ഒക്കെ ഇവിടെ ഉണ്ട്. എന്റെ അച്ഛന് 4 അനിയന്മാരാണ്, പിന്നെ ഒരു ചേച്ചി, ഒരു സഹോദരിയാണല്ലോ കേട്ടോ. അപ്പൊ ആ ചേച്ചിയുടെ മോളുടെ കുട്ടിയുടെ നിശ്ചയമാണ് ഇപ്പൊ നടക്കുന്നത്. ചേച്ചിയുടെ ഏറ്റവും താഴെയുള്ള മോളുടെ അല്ലെ. അപ്പൊ ഈ താഴെയുള്ള മോൾക്ക് 2 പെൺകുട്ടികളാണ്. അപ്പൊ അതിലത്തെ മൂത്ത കുട്ടിയുടെ നിശ്ചയാണ് ഇപ്പൊ നടക്കുന്നത്. മൂത്ത കുട്ടിയുടെ നിശ്ചയാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ എന്താ പിന്നെ അമ്മായി മാമനും ഇല്ല കേട്ടോ. അമ്മായി മാമനും ഇപ്പൊ ജീവിച്ചിരിക്കുന്നില്ല. അപ്പൊ ഇവര് 3 തറവാട് അവിടെ ഉണ്ട്. പണ്ടത്തെ ഒരു തറവാട്, പണ്ടത്തെ ഒരു വീടാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോവാനൊക്കെ. അപ്പൊ അത് ഇവിടെ ഏകദേശം 1.5 കിലോമീറ്റർ കാണണം. അതെ. ഞാൻ ഇന്നത്തേക്കുള്ള ഷോർട്സ് ഒക്കെ 2 ഷോർട്സുകളും ഇന്നലെ തന്നെ എടുത്തു വെച്ചു. പിന്നെ എനിക്കാണെങ്കിൽ ഇന്നലെ വൈകുന്നേരത്ത് ഡാൻസ് ഉണ്ടായിരുന്നു, തിരുവാതിര പ്രോഗ്രാം ഉണ്ടായിരുന്നു. എവിടെ സ്ഥലം കൈനൂര് പോലോക്കര അങ്ങനെയാണ് കേട്ടോ സ്ഥലത്തിന് കറക്റ്റ് എനിക്ക് കിട്ടണില്ല. അപ്പൊ അവിടെ ഒരു കൃഷ്ണന്റെ അമ്പലത്തിലാണ് പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പോൾ രാത്രി പോയിട്ട് ഞങ്ങളൊരു 6:15 പോയി. ഞങ്ങൾ ട്രാവലറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പോയി ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു വന്നു കേട്ടോ. പോകുമ്പോൾ ഞങ്ങൾ നന്നായി ഇരുന്ന് തിരിച്ചു വരുമ്പോൾ നല്ല ഡാൻസ് ഒക്കെ ആയിരുന്നു, വെസ്റ്റേൺ ഡാൻസ് ഒക്കെ ആയിരുന്നു, വണ്ടിയിലൊക്കെ കളിച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്താ പറയാ, എനിക്ക് തിരുവാതിര കളിക്കാന്ന്, തിരുവാതിര എന്നല്ല സ്റ്റേജിൽ പ്രോഗ്രാം ഡാൻസ് കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ ഉണ്ടായിട്ട് രാവിലെ പറഞ്ഞില്ല വൈകുന്നേരത്ത് പ്രോഗ്രാം ഉണ്ട് എന്നുള്ള കാര്യം. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മണി ഒക്കെ ആകുമ്പോഴേക്കും ഇന്ന് പിന്നെ വീഡിയോ എടുക്കാനും പറ്റില്ലല്ലോ. അപ്പം ഇന്നലെ തന്നെ വേഗം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വേഗം വീഡിയോ എടുത്തു വെച്ചു. പിന്നെ അപ്പോഴേക്കും കുട്ടികൾ വരും. അപ്പോൾ കുട്ടികൾക്കും ഉണ്ട് ഡാൻസ് ക്ലാസ്. ഞാൻ അറിഞ്ഞിട്ടാണല്ലേ ആള് പ്രോഗ്രാമിന് പോണത്. അവസാനം വീഡിയോ ഒക്കെ എടുത്തിട്ട് പറഞ്ഞത് എനിക്ക് പ്രോഗ്രാം ഉണ്ട് എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇന്നലെ ഇങ്ങനെ ട്രെയിൻ ടിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മുന്നേറ്റം പറയാം. അപ്പം ഞാൻ ഏപ്രിൽ മാസത്തിൽ മൂകാംബികയ്ക്ക് ഞങ്ങൾക്ക് ഒന്ന് പോയി കളിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതും കൂടിയും. അപ്പോൾ ഇന്നലെയാണ് ഉണ്ണേട്ടൻ്റെ അടുത്ത് ആ കാര്യം പറഞ്ഞത് കേട്ടാ. ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് കുറെ ദിവസമായി. ഫ്രണ്ട് വിളിക്കുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട കാര്യത്തിൽ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയണത് ഇവര് മൂകാംബികയ്ക്കോ അറിയണത്. ട്രെയിൻ ടിക്കറ്റ് എന്തിനാ നീ ബുക്ക് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അതേ നമ്മള് മൂകാംബിക്ക് പോവാന്ന് എന്നോട് പറയാനവള് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. അല്ല, അവിടെ നമുക്ക് അവിടെ പോയി കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ഏത് അമ്പലങ്ങളിലാണെങ്കിലും നമുക്ക് കളിക്കാന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ഒരു ഇഷ്ടമാണ്, അതൊരു ഭാഗ്യമാണ്. അപ്പോൾ മൂകാംബിക ക്ഷേത്രത്തിലൊക്കെ പോയി കളിക്കാൻ പറയുമ്പോൾ അതൊരു വലിയൊരു ഭാഗ്യമാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ. ആള് മൂകാംബിക്ക് പോകണമെന്ന് കുറെ നാളായി പറഞ്ഞു. അപ്പൊ അപ്രതീക്ഷിതമായിട്ടാണ് മൂകാംബിയിൽ ഒരു പരിപാടി അവതരിപ്പിക്കാൻ ചാൻസ് കിട്ടിയത്. അപ്പൊ അതൊരു വലിയൊരു സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. എന്റെ കാര്യം തീരുമാനിച്ചില്ല, ചിലപ്പോൾ പോകുള്ളൂ. വരും. ഏപ്രിലാണ്, ഏപ്രിൽ 4-ാം തീയതിയാണ് ഞങ്ങക്ക് ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ 3-ാം തീയതി പോകണം. അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. ഇതാ ചെക്കൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാരെ എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ വണ്ടി അല്ലേ ട്രാവലറാണ്. അവരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവര് 11 മണിക്ക് 10:30 എത്തുന്ന പറഞ്ഞപ്പോൾ 11 കാലായില്ലേ. 11 കാലം ദൂരം ഉണ്ടല്ലോ. അവർ കുറച്ച് ദൂരം എടപ്പാളിലാണ്.
അപ്പൊ ഇവിടുന്ന് ഉണ്ട് 60 കിലോമീറ്റർ. ഫ്രണ്ടിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ട് അവരെന്നെ. ഇതാണ് ട്ടോ നമ്മുടെ പെൺകുട്ടിയുടെ അനിയത്തിയാണ്, ഒരു കാന്താരിയാണ്, ചിന്നു. ചിന്നു. പെൺകുട്ടി അവിടെ അതാ ഡ്രസ്സൊക്കെ മാറി റൂമിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങള് കുറച്ച് നേരമായി. ഇതാണ് നമ്മുടെ ചെക്കൻ, കല്യാണ ചെക്കൻ. മറവിൽ നിൽക്കുന്ന ഇതാണ് നമ്മുടെ കല്യാണ ചെക്കൻ. ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ് സ്നേഹ. കല്യാണ പെണ്ണ്. ഒരു ഹായ് പറഞ്ഞു. അതാണ് ചേച്ചി അനിയത്തിയാണ്. ഇത് ഇപ്പൊ ഈ പെൺകുട്ടിയുടെ അമ്മയുടെ ചേച്ചിയുടെ മോള് വീര. അത് അമ്മയുടെ മോളുടെ കുട്ടി, അവളുടെ മോനാണത്. ഇവിടുത്തെ ചടങ്ങുകളൊക്കെ അന്നത്തെ കഴിഞ്ഞു കേട്ടോ. എല്ലാവരും ഭക്ഷണം കഴിച്ചു. ഇപ്പൊ വന്നവരൊക്കെ നമ്മുടെ ചെക്കൻ്റെ വീട്ടുകാരൊക്കെ തിരിച്ചു പോവാണ്. അപ്പൊ ഇപ്പൊ സമയം ഇപ്പൊ 2 മണിയായില്ല. അപ്പൊ 2:30. അപ്പൊ മക്കള് സ്കൂളിൽ എത്തുമ്പോഴേക്കും ഒരു 4:30 ഞങ്ങൾക്ക് എത്തണം. അപ്പൊ അവര് പോയി കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങായി. അപ്പൊ ഇനി അടുത്ത വീഡിയോ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.